ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോകാന്ന് കേട്ടോ. അപ്പോൾ അൻവിക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് ഒരുപാട് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ ഇട്ട് തീർക്കും ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫങ്ഷൻസ് വരുന്നത്. പിന്നെ കല്യാണമൊന്നും ഇപ്പം അങ്ങനെ കിട്ടാറില്ല, കല്യാണ സീസൺ അല്ല, വല്ലപ്പോഴേ കിട്ടുള്ളൂ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഇന്ന് ഈ ഡ്രസ്സ് ഇടാം, ഇന്ന് ഈ ഡ്രസ്സ് ഇടാമെന്ന്. എനിക്കല്ല, അൻവിയുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടാ. ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നു കുടിക്കുക, അത് കുടിച്ചു. ഫസ്റ്റ് ഞാൻ അറിയാണ്ട് ചൂടുവെള്ളമാണ് എടുത്ത് കുടിച്ചത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ച്, ഇവർക്ക് കുറച്ച് നാരങ്ങ വെള്ളം വെച്ചുകൂടെ, എന്തിനാണ് ചൂടുവെള്ളം വെച്ചതെന്ന്. ആക്ച്വലി നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ കാണാത്തായിരുന്നു. അങ്ങനെ അതെടുത്ത് കുടിച്ച് നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടാണ്. പെണ്ണിനൊന്നും ശരിക്കും കാണാനേ പറ്റിയില്ല, അത്രയ്ക്കും ആളായിരുന്നു കല്യാണത്തിന്. പിന്നെ സ്റ്റേജിലാണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അത് ഒന്നും കണ്ടില്ല, കല്യാണമേ കണ്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ അവിടെ ഇരുന്ന് കാര്യമില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. 11:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിശപ്പൊന്നും അങ്ങനെ ഉണ്ടായില്ല, പക്ഷെ എന്നാലും ഇരുന്നു നമ്മൾ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടതാണ്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അതിനിടയിൽ ഇത് കണ്ട പപ്പടം എപ്പോൾ കണ്ടാലും നമുക്ക് പൊട്ടിച്ചിടണം, അല്ലെങ്കിൽ നമുക്ക് സമാധാനം വരില്ല. അതാണ് അൻവി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയില്ല വന്ന പഴം ഉണ്ടല്ലോ, അതാണ് അവൾ കഴിക്കുന്നത്. കാരണം അവൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കൂടി തിരിച്ച് പോവാണ് ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ, അടുത്ത വീട്ടിൽ കാണാം.